നമസ്കാരം. ഇന്ന് എല്ലാ മേഖലയിലും പോലെ ബഹിരാകാശത്തും മാലിന്യങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. തെക്കൻ കെനിയയിലെ മുഗുഗു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം ആകാശത്ത് നിന്ന് ഒരു വമ്പൻ ലോഹവളയം താഴേക്ക് പതിച്ചിരുന്നു. ബഹിരാകാശ പേടകങ്ങളിൽ നിന്നോ റോക്കറ്റിൽ നിന്നോ വന്ന ഭാഗമാണിതെന്നാണ് കരുതപ്പെടുന്നത്. റോക്കറ്റ് ഭാഗമാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വലിയ ചുവന്ന നിറമുള്ള വസ്തു വീണു എന്നാണ് നാട്ടുകാർ ഇതേപ്പറ്റി പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ഈ അജ്ഞാത വസ്തു പതിച്ചത്. തുടർന്ന് കെനിയയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി അന്വേഷണം തുടങ്ങി. അവർ മുഗുഗുവിൽ വീണ വസ്തു പിടിച്ചെടുത്തു. 8 അടി വീതിയും 500 കിലോഗ്രാം ഭാരവുമുള്ളതാണ് ഈ വസ്തു. പ്രാഥമിക നിഗമനപ്രകാരം ഇത് റോക്കറ്റിലുള്ള സെപ്പറേഷൻ റിംഗ് എന്ന ഭാഗമാണ്. സാധാരണ ഈ വസ്തു അന്തരീക്ഷത്തിൽ വച്ചു തന്നെ കത്തിത്തീരേണ്ടതാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തതിനാൽ ഈ വീണ വസ്തു മറ്റെന്തോ ആണെന്ന പ്രചാരണവുമുണ്ട്. ബഹിരാകാശത്ത് കുന്നുകൂടുന്ന മാലിന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതാണ് ഈ ലോഹവളയം. റോക്കറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉപഗ്രഹങ്ങളിൽ നിന്നുമൊക്കെയുള്ള അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് ഏറുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചില ബഹിരാകാശ മാലിന്യ ഭാഗങ്ങൾ കാറുകളുടെയും ബസ്സുകളുടെയും ഒക്കെ വലിപ്പമുള്ളതാണ്. ഇവ താഴേക്ക് വീണാൽ മനുഷ്യജീവൻ തന്നെ അപകടത്തിലാകും. മാലിന്യങ്ങളും ഉപഗ്രഹങ്ങളും അടക്കം നിരവധി വസ്തുക്കൾ ഇപ്പോൾ ബഹിരാകാശത്തുണ്ട്. ഇവയുടെ ആധിക്യം മൂലം ഇവ കൂട്ടിയിടിക്കുമോ എന്ന ഭയവുമുണ്ട്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ശാസ്ത്രജ്ഞരായ ഡൊണാൾഡ് ജെ കെസ്ലറും ബർട്ടൺ ജി കോർപ്പലേസും 1978 തന്നെ ഇക്കാര്യം പ്രവചിച്ചിരുന്നു. കെസ്ലർ സിൻഡ്രോം അല്ലെങ്കിൽ കെസ്ലർ ഇമ്പാക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെയും മറ്റ് ബഹിരാകാശ വസ്തുക്കളുടെയും ആധിക്യം കാരണമുള്ള കൂട്ടിയിടി സാഹചര്യമാണ് കെസ്ലർ സിൻഡ്രോം. ലോ എർത്ത് ഓർബിറ്റിലെ ബഹിരാകാശ മാലിന്യങ്ങളുടെ അമിത സാന്ദ്രത കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും വരെ ഭീഷണിയാവുമെന്ന് ഈ കെസ്ലർ സിൻഡ്രോം സിദ്ധാന്തം പ്രകാരം അനുമാനിക്കുന്നു. കാലാവധി കഴിഞ്ഞ 3500 സാറ്റലൈറ്റുകൾ സഹിതം 14,000-ലേറെ കൃത്രിമ ഉപഗ്രഹങ്ങളും ചിന്നിച്ചിതറിയ 120 ദശലക്ഷം കഷണം അവശിഷ്ടങ്ങളുമാണ് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങുന്നത്. ഈ ബഹിരാകാശ മാലിന്യങ്ങളുടെ ആധിക്യം ലോ എർത്ത് ഓർബിറ്റിലെ ഉപഗ്രഹങ്ങൾ അടക്കമുള്ളവയുടെ ആയുസ്സിന് ഭീഷണിയാകുമോ എന്ന ആശങ്ക ഇപ്പോൾ ഒരു വിഭാഗം ഗവേഷകർക്കിടയിലുണ്ട്. 8102 കിലോ ഭാരമുള്ള ഭീമാകാരമായ നിഷ്ക്രിയ ഉപഗ്രഹം എൻവിസാറ്റ് ഇത്തരത്തിൽ വലിയ ബഹിരാകാശ ഭീഷണി സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഭൂമിയിൽ നിന്ന് 785 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് എൻവിസാറ്റിൻ്റെ സഞ്ചാരം. ഈ ഉപഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ 150 വർഷത്തേക്ക് ബഹിരാകാശത്ത് നിലനിന്നേക്കാം എന്നാണ് ഡോൺ കെസ്ലർ 2012 പ്രവചിച്ചത്. സമാനമായി സ്പേസ് എക്സ് കമ്പനിയുടെ സ്വകാര്യ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ശൃംഖലയായ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളും ലോ എർത്ത് ഓർബിറ്റിന് ഭീഷണിയാകുമോ എന്ന ആശങ്കകളുണ്ട്. വലിപ്പം കുറവാണെങ്കിലും നിലവിൽ ലോ എർത്ത് ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങളുടെ ഇരട്ടി സാറ്റലൈറ്റുകൾ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിക്കാനാണ് സ്പേസ് എക്സിൻ്റെ പദ്ധതി. 1978 ഡൊണാൾഡ് ജെ കെസ്ലറും ബർട്ടൺ ജി കോർപ്പലേസും മനസ്സിൽ കടക്കുകൂട്ടിയ തിയറി മാത്രമായിരുന്നു കെസ്ലർ സിൻഡ്രോം. എങ്കിൽ ഈ ബഹിരാകാശ സാഹചര്യത്തെക്കുറിച്ചുള്ള ഭയം ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. കെസ്ലർ സിൻഡ്രോം സംജാതമായോ എന്നതിന് സ്ഥിരീകരണമില്ലെങ്കിലും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ വർദ്ധിക്കുന്നത് പ്രവർത്തനനിരതമായ സാറ്റലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഭാവി ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കും കനത്ത ഭീഷണിയാണ്. സാറ്റലൈറ്റുകളിൽ കൂട്ടിയിടി സംഭവിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വരെ വിച്ഛേദിക്കപ്പെട്ടേക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.